നമസ്കാരം. മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അതിഥി ടെലിവിഷനിലൂടെ നമ്മൾ നിരവധി തവണ കണ്ടു പരിചയിച്ചൊരു മുഖമാണ്. ജുമാനായും ഭർത്താവ് റിസ്താൻ ഖാനും. ഹലോ. ഹലോ. ഹായ്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഏറ്റവും വലിയ വിശേഷം ഇപ്പൊ ഒരു കുഞ്ഞായി എന്നുള്ളതല്ലേ? ഏകദേശം ഒരു 2 മാസമായി. അതെയാ? എന്താ പേര്? പേര് ജഹാൻ റസ്ദാൻ ഖാൻ. ജഹാൻ റസ്ദാൻ ഖാൻ. ഓക്കെ. ഇവിടെ തന്നെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു. 10th നവംബറിനായിരുന്നു. ഈ ഇവിടെ പ്രസവിച്ചത് കൊണ്ട് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. ആഗ്രഹം ഇല്ലാണ്ട് ഉണ്ടാവില്ല. ആഗ്രഹമുണ്ടോ? എത്ര കാലമായി ഇപ്പൊ ഇവിടെ സെറ്റിൽ ചെയ്തിട്ട്? ഒരു 3 വർഷം. 3 years. ഇത്രയേ ഉള്ളൂ അല്ലേ? എത്ര വർഷമായി? ഞാനിവിടെ 6 വർഷമായി. 6 വർഷം. എവിടെയാ നാട്? ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ. ജുമാനയുടെ സ്ഥലം? ഞാൻ ശരിക്കും കണ്ണൂർ പഴയങ്ങാടി. എങ്ങനെയാ, നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല, ശരിക്കും മാരേജ് എങ്ങനെയാന്ന് വെച്ചാൽ കൈരളി TV ആണ് കാരണം. ആണോ? പ്രോഗ്രാമിൽ കൂടിയാണോ? പ്രോഗ്രാമിൽ കൂടി ജുമാന ചെയ്തിരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അരങ്ങും അടുക്കളയും നൗഷാദ് ഖാന്റെ കൂടെ. അപ്പോ ഞാന് കല്യാണത്തിന്റെ ആ ടൈം ആയിരുന്നു. അപ്പൊ ഞാൻ നാട്ടില് വെക്കേഷന് വന്നിരുന്നു. അപ്പോ മദർ ചോദിക്കരുത് എങ്ങനത്തെ കുട്ടിയാണ് വേണ്ടതെന്ന്. അപ്പോൾ നോക്കുമ്പോ ടിവിയിൽ ജുമാനന്റെ ഫേസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു തട്ടൊക്കെ ഇട്ട ഒരു കുട്ടീനെ മതിയെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ മദർ നേരെ അന്വേഷിച്ച് കൈരളി TV നമ്പർ വാങ്ങി അവസാനം പെടുത്തി. അതും കുറെ കഷ്ടപ്പെട്ടിട്ട് കൈരളിയിൽ വിളിച്ച് നമുക്ക് കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഈ മഹിളാ ചന്ദ്രികയിൽ അപ്പൊ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പൊ അവിടെ വിളിച്ചു, അങ്ങനെ നവസങ്ങളിൽ വിളിച്ചു, അങ്ങനെ ഒരുപാട് ഇങ്ങനെ മമ്മി. എന്നിട്ട് ഇപ്പൊ പറയും മമ്മി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇതേപോലെ പറഞ്ഞുള്ളൂ, ഇത് വേണമെന്ന് നമ്മൾ പറഞ്ഞില്ല അല്ലേ? പക്ഷെ ഇത് തന്നെ കിട്ടിപ്പോയി. പണ്ടേ ഇത് തന്നെയാണോ? വേഷം ഇങ്ങനെ തന്നെയാണോ? വേഷം ഇങ്ങനെയെന്നില്ല, തട്ടിടുമായിരുന്നു. ചുരിദാറാണെങ്കിലും തലയിൽ തട്ടിട്ടിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായത് ഷൂസ് ഒക്കെ. അരങ്ങാടുക്കളയിൽ കുറച്ചും കൂടെ ബെഡ്ഷീറ്റായിരുന്നു പ്രൊഡ്യൂസർ. കുറച്ച് വെറൈറ്റി ആയിട്ട് ബെഡ്ഷീറ്റ് ബാക്കിലൊക്കെ കെട്ടിത്തന്നു. കുറച്ച് വേറൊരു സ്റ്റൈലായിരുന്നു തട്ടിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായത്. പിന്നെ മെയിൻലി കുക്കറി ഷോ ആയതുകൊണ്ട് മെയിൻലി കുക്കറി ഷോസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാത്ത ഷോസും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഒബ്ജക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? നാട്ടിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തത്, കാലിക്കറ്റ് KMCT എഞ്ചിനീയറിംഗ്. എവിടെയാ പഠിച്ചത്? ഞാനും നാട്ടിൽ തന്നെയാണ്, കുറ്റിപ്പുറം MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്? അവിടുന്ന് ഞാൻ 2 കൊല്ലം ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇവിടെ അബുദാബിയിലാണ് ഇപ്പൊ സെറ്റിൽഡ് കഴിഞ്ഞ 6 വർഷമായിട്ട്. അന്ന് വന്ന കമ്പനിയിൽ തന്നെയാണോ ഇപ്പോഴും? ഇല്ല, ഞാൻ ഇപ്പൊ ഒരു 6 മാസം മുമ്പ് ഒന്ന് ജോലി മാറി. ഇപ്പം പുതിയൊരു കമ്പനിയില്ല, ഇവിടെ ഒരു പെട്രോളിയം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മദർ, പിന്നെ ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചു പോയി. ഇപ്പം വീട്ടിൽ മദർന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി എല്ലാവരും എത്ര പേരുണ്ട്? ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. സിസ്റ്റർ ഇവിടെ ഷാർജ തന്നെയാണ്, കുട്ടികളും ഹസ്ബൻഡൊക്കെ. ബ്രദർ കാലിക്കറ്റിൽ സെറ്റിൽഡ് ആണ്. ജുമാനയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്? എനിക്കൊരു ബ്രദറാണുള്ളത്, ഷാർജയിൽ സെറ്റിൽ. ഇവിടെ തന്നെയുണ്ട്. കല്യാണം കഴിഞ്ഞാണ്. അച്ഛനും അമ്മയൊക്കെ നാട്ടില്? ഇപ്പം ഇവിടെയാണ്, ഞങ്ങളുടെ കൂടെയാണ്. ഈ ഡെലിവറി ആയിട്ട് വന്നതാണ്. ഇപ്പൊ റെസിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ മോളൊക്കെ ആയിട്ട്. ഇഷ്ടമാണോ ദുബായ്? ഇഷ്ടമാണ്. ആണോ? വന്നപ്പോഴേ ഇഷ്ടമാണോ അതോ വന്ന് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടതോ? അല്ല, വാപ്പ നേരത്തെ ഇവിടെ ആയിരുന്നു, ദുബായിലായിരുന്നു. ഞാന് ഉമ്മക്ക് 80s ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ വന്നിട്ടുണ്ട് വിസിറ്റിനൊക്കെ. അപ്പൊ അവരിവിടെ ഉള്ളപ്പോഴും ജുമാന അവിടെയായിരുന്നു പഠിത്തം? അല്ല, ഉമ്മ നാട്ടിലായിരുന്നു, വാപ്പ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്റെ റിലേറ്റീവ്സ് നോക്കുകയാണെങ്കിലും മിക്കവാറും പേര് ഇവിടെയാണ്. നാട്ടിലാണ് ഫുള്ള് ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ്. ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരും. പിന്നെ അടുത്ത ജൂൺ ജൂലൈയിലാണ് ഒന്ന് എല്ലാ വീടുകളും തുറക്കുന്നത്. എല്ലാം അടച്ചിട്ട വീടുകളാണ് ശരിക്കും. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഒരു പുതിയ നഗരമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, ഇവിടെയാണ് ആൾക്കാരുള്ളത്. നാട്ടിൽ പോയി കഴിഞ്ഞാലാണ് എനിക്ക് പിന്നെയും കുറച്ചും കൂടി ഒരു ഐസൊലേറ്റഡ് ആയ പോലെ, ആരും ഇല്ലാത്തൊരു ഫീലിംഗ്. ഇവരുടെ അടുത്താണെങ്കിലും മമ്മി മാത്രമേ ഉള്ളൂ, സിസ്റ്ററും ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ്. ഈ ടെലിവിഷൻ ആങ്കറിംഗ് ആയിരുന്നോ ഉദ്ദേശം, അതോ കുക്കിംഗ്? അങ്ങനെ ഒരു പ്രോഗ്രാം ആണല്ലോ കുറെ കാലം ചെയ്തതല്ലേ? ശരിക്കും ഉദ്ദേശം എന്തായിരുന്നു?
ഉദ്ദേശം കുക്കിങ്ങിൽ വന്നത് ടെലിവിഷൻ ഷോയിലായിട്ടല്ല. ഞാൻ ഫസ്റ്റ് ചെയ്തതും കൈരളിയിലെ ഒരു ഷോ ആണ്, കൊച്ചുവലിയ വർത്തമാനം എന്ന് പറഞ്ഞാൽ. സ്കൂളിൽ പഠിക്കുമ്പം 7th സ്റ്റാൻഡേർഡിൽ ചെയ്ത ഒരു ഷോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ തന്നെ എക്കണോമിക് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റംസ് ആണ് ഒരു കോമ്പറ്റീഷനിൽ 2 തവണ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് ആയിരുന്നു. അപ്പം ഒരു 3 hours 65 ഐറ്റംസ് ഒക്കെ ആക്കി അങ്ങനെ. അപ്പൊ അത് കണ്ടപ്പോൾ ഫുഡ് ഫെസ്റ്റിന് വിളിച്ചു, പിന്നെ ഓരോ ഷോ വിളിച്ചു. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുക്കറി ഷോയിലേക്ക് മാറിയതാണ്. ആദ്യം ആങ്കറിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അരങ്ങും അടുക്കളയിൽ ബെറ്റി ചേച്ചി ജഡ്ജായിട്ട് വിളിച്ചു. അങ്ങനെ ഒരു പൊതുവെ കുക്കിംഗ് ഇഷ്ടമാണ്. കണ്ടിട്ട് തോന്നിയില്ല. രണ്ടുപേരെ സ്വയം പരീക്ഷണം നടത്തുകയാണോ? സ്വയം പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഞാന് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഒരു 80 kilos ആയിരുന്നു. ഇപ്പൊ 105 ആണ്. അതാണ് പരീക്ഷണം. കുറയ്ക്കാൻ ഉദ്ദേശമില്ല? കുറക്കണം. ഇനി അതിന്റെ ശ്രമമാണ്. അതിനുവേണ്ടി ഒരു കുട്ടിയായ സ്ഥിതിക്ക് കുട്ടീനെ വെച്ച് നടക്കലാണ് ഇപ്പത്തെ മെയിൻ എക്സസൈസ് എന്ന് പറയുന്നത്. അതൊരു വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല. അല്ല, ഡയറ്റിംഗ് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും രണ്ടുപേരും വീട്ടിലുണ്ടാക്കിയില്ലെങ്കിലും എന്നാ പുറത്ത് പോവല്ലേ. എന്തെങ്കിലും ആയിട്ടും ഉണ്ടാവും. എല്ലാ ഒരു വീക്കെൻഡ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും. ഈ നമ്മള് വിഷ്വലില് കാണുമ്പോ ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ടാവും ഈ ഭക്ഷണത്തിനൊക്കെ. ഇത് തന്നെയാണോ കിട്ടുന്നത് നേരിട്ട്? അത് തന്നെയാന്ന് പറയണം. പുള്ളിക്കാരി ആദ്യം എക്സ്പെരിമെന്റ് ചെയ്യുന്നൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിട്ട് വരും. അതെന്താന്ന് അറിയില്ല, പക്ഷെ എനിക്കൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ ഫസ്റ്റ് ചെയ്യുന്ന ഏത് ഫുഡ് നല്ല സക്സസ് ആണ്. അത് രണ്ടാമത് ചെയ്ത ആ ടേസ്റ്റ് വരില്ല എന്ന് ചേച്ചി പറഞ്ഞു. അത് ഞാൻ ചോദിക്കാൻ പറ്റില്ല. എക്സ്പെരിമെന്റ് മാത്രമേ ഉള്ളൂ. നമ്മളാണോ ഗിനി പിഗ്? ഇപ്പൊ ഒഫീഷ്യൽ ഗിനി പിഗ് ഞാൻ. ആദ്യം വന്ന ടൈമിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് എല്ലാ വീക്കെൻഡ്സും ഗസ്റ്റ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. അവരുടെ വീട്ടിലായിട്ട് പോകും, അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ അടുത്തായിട്ടുണ്ടാവും. കുക്കിംഗ് തന്നെയാണ്, പരീക്ഷണങ്ങളാണ് ഓരോ ടൈം. പിന്നെ പ്രത്യേകിച്ച് നോയമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറുകടികളായി അതായി പറയും. നോയമ്പ് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പാർട്ടി നടത്തിയിട്ട് ബ്രേക്ക് കഴിഞ്ഞപ്പോ വാവ വന്നു. ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് വന്നിരിക്കും. ബഹളം ഉണ്ടോ? ബഹളം ഒരു വീക്ക് മുന്നേ വരെ രാത്രിയൊക്കെ ഫുള്ള് ചാനൽസ് ഇങ്ങനെ മാറ്റിയും കരച്ചിലൊക്കെ ആയിട്ടാണ്. സുപ്രഭാതം കേട്ട് ഉറങ്ങലായിരുന്നു. ഇപ്പൊ ആളൊന്ന് സെറ്റായി വന്നിട്ട്. രാത്രിയാണോ ജനിച്ചത്? പകലാണ്? 3:51 ആണോ? ഒരു നല്ലൊരു ഫാൻസി ഡേറ്റ് ആണ്. 10, 11, 12 ഓക്കെ. ഏർലി മോർണിംഗ് ആണ്. 3:51. ഇപ്പൊ അച്ഛനും അമ്മയും ഉണ്ട് കുഞ്ഞിനെ നോക്കാൻ? അച്ഛനും അമ്മയുണ്ട്. ഇനി എത്ര കാലം അവരിവിടെ ഉണ്ടാവും? റെസിഡൻസ് വിസയാണ്, 1 year ആണ്. പിന്നെ റിന്യൂ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇയർലി റിന്യൂ ചെയ്യാം. എന്തായാലും അവർക്ക് റെസ്റ്റ് കൊടുക്കില്ല. എനിക്കാണ് പിന്നെയും ടെമ്പർ പോകുന്നത്. അവർക്ക് എനിക്കൊന്ന് കൊച്ചുമോളായതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടെ. അപ്പൊ കുഞ്ഞിന് 1 വയസ്സാവുന്നവരെ അവരിവിടെ നിൽക്കും. അത് കഴിയുമ്പോ അടുത്ത കുഞ്ഞിനെ ഉണ്ടാക്കും. വല്ലാത്ത കഷ്ടമായി. ഞാൻ ചോദിക്കാൻ വന്നത്, ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണോ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ്? ഒരു തരത്തിൽ ചോദിച്ചാൽ അതാണ്. വേറൊരു തരത്തിലാണെങ്കിൽ ശരിക്കും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഞാന് ടിവിയിൽ കുക്കറി ഷോസ് കണ്ടിട്ടാണ്. ഇങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോ ഒരു 13 വയസ്സൊക്കെ ആ ഒരു ടൈം ആകുമ്പോ ടിവിയിൽ ഇങ്ങനെ ഇത്ര ഇഞ്ചി പച്ചമുളക്. അപ്പൊ ഞാൻ കിച്ചണിൽ പോയി ഒക്കെ അങ്ങനെ വെച്ച്, ഗ്യാസ് ആണ് ഞാൻ സമ്മതിക്കില്ലായിരുന്നു ചെറിയ കുട്ടിയായതുകൊണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ച് ഞാൻ മിക്സ് ചെയ്യും. ഇങ്ങനെ ഇനി അടുത്തത് ഇഞ്ചി, അടുത്തത് പച്ചമുളക്, അങ്ങനെ പറഞ്ഞ് മിക്സ് ചെയ്ത് അങ്ങനെ കളിയിൽ പോലെ തുടങ്ങിയത്. പിന്നെ ഉമ്മ കുറച്ച് ചെറുപ്പത്തിലെ പെൺകുട്ടിയാണ്, കിച്ചണിൽ കയറണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു. ഉമ്മന്റെ സിസ്റ്റർ മക്കളൊക്കെ ആണെങ്കിലും ഉമ്മയാണ് വന്നാൽ ഒന്ന് ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ അവര് പിന്നെ ഗ്രാൻഡ് മദർ നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഗ്രാൻഡ് മദറിന്റെ ആ ഒരു ഞങ്ങളുടെ കൂടെയായിരുന്നു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പ്രകൃതി ഐറ്റംസ് അങ്ങനെ ഉമ്മാമ്മ ശരിക്കും പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന മാങ്ങേന്റെ അണ്ടി, തവിട് അതൊക്കെ രുചി ചെയ്യാൻ ഒക്കെ വെച്ച് അങ്ങനെ പ്രൈസ് കിട്ടി. അങ്ങനെ അപ്പൊ ഈ കുക്ക് ചെയ്യാൻ ഇങ്ങനെ നല്ലപോലെ ആഗ്രഹം കാണിക്കുന്നത്, താല്പര്യം കാണിക്കുന്നത് പോലെ പഠിക്കാനും താല്പര്യം ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. ഇല്ലാണ്ട് കഴിഞ്ഞ് കിട്ടി എഞ്ചിനീയറിംഗില്. നമ്മള് രണ്ടാളിരുന്നാൽ ഞാൻ നല്ലോണം പഠിക്കും. അത് ശരി. കുക്ക് ചെയ്യോ? ഇല്ല, ഞാൻ കഴിക്കല് മാത്രമേ ഉള്ളൂ. അതിലാ താല്പര്യം. സഹായിക്കില്ല? ആസ് എ ഹസ്ബൻഡ് എന്താണ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഭാര്യയ്ക്ക്?
ടേസ്റ്റ് ഭാര്യക്ക് ടേസ്റ്റ് നോക്കും, ഭക്ഷണം കഴിച്ചു കൊടുക്കും, പിന്നെ നല്ലതെന്ന് പറയലും ചീത്തയെന്ന് പറയും. നമ്മള് എന്താണ് ഡീസന്റ് റിവ്യൂസ് കൊടുക്കും, റൈറ്റ് ടു ദ ഫേസ്. അപ്പം പിന്നെ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടമെന്ന് തോന്നുന്നു. ഭയങ്കര ഹസ്ബൻഡാണല്ലോ. പ്ലസ് ആയിട്ട് പറയണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എന്റെ ഒരു മനസ്സിലിങ്ങനെയായിരുന്നു, കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം ഒന്നും ചെയ്യരുത്, മടിച്ചിരിക്കണം. അങ്ങനെ തന്നെ വിട്ടു, അങ്ങനെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഹസ്ബൻഡ് അങ്ങനെ സമ്മതിക്കില്ല. ബുക്ക് എഴുത്, ഞാൻ കുക്കറി ബുക്സ് ഇറക്കിയിട്ട് ബുക്ക് എഴുത്, അല്ലെങ്കിൽ ഈ ഷോസ് ചെയ്യുക, അല്ലെങ്കിൽ നീ വല്ല ട്യൂഷൻ എടുക്കുക എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ഫോഴ്സ്ഫുള്ളി വന്നതിന്റെ പിറ്റേത്തെ ആഴ്ച തന്നെ എന്നെ ജോബ് ഇന്റർവ്യൂവിന് അയച്ചിട്ടുണ്ട്. ഞാൻ മടിച്ചിരിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ് ഒരു വർഷം. പക്ഷെ എനിക്ക് തോന്നുന്നു അതെനിക്ക് കുറെ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുണ്ട്, പാരന്റ്സിനെ പോലെ തന്നെ. പിന്നെ ഹസ്ബൻഡ് വീട്ടുകാരാണെങ്കിലും ഇതിലൊക്കെ നല്ല താല്പര്യമുള്ളതാണ്. അപ്പം പിന്നെ ഷോനും ഇപ്പൊ ഞാന് ദുബായിൽ നിന്ന് ഷോ ചെയ്യുന്ന സമയത്ത് സിസ്റ്റർ അടുത്ത് വന്ന് ഒറ്റയ്ക്ക് പോയി ഷോസ് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു, വീക്ക് ഡേയ്സ് ആണെങ്കിൽ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഇപ്പം സാധാരണ ഒരു ഗതിയിലാണെങ്കിൽ നമ്മുടെ ഒരു ഇസ്ലാമിക് ഒരു ഇതിലാണെങ്കിലും നോക്കുമ്പോൾ അധിക വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളാണ് അങ്ങനത്തത്. അപ്പൊ ആ ഒരു സപ്പോർട്ടാണ് ഏറ്റവും പ്ലസ്. പിന്നെ ഇതാണ് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കുറ്റം നല്ല വൃത്തിക്ക് മുഖത്ത് നോക്കി പറയുന്നത് തീരെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും കഴിഞ്ഞു പോകുമ്പോ അല്ലെ. ഇവിടെ വന്ന കൊറേ ഭാര്യമാര് ഇതുപോലെ പറയുന്നുണ്ട്, കൊറേ പുകഴ്ത്തി കഴിയുമ്പോ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് മമ്മിയാണ്, ഇവരുടെ ഉമ്മയാണ് നല്ല സപ്പോർട്ടീവ്. മമ്മി അവിടെ ബത്തേരി ഗൈനക്കോളജിസ്റ്റ് ആണ്. മമ്മിയാണ് ശരിക്കും. നിങ്ങൾ ഇവിടെ തന്നെ എല്ലാം സെലിബ്രേഷനും ഒക്കെ ഇവിടെ തന്നെയാണ്? നാട്ടിൽ പോവോ അതോ പെരുന്നാളൊക്കെ വരുമ്പോ നാട്ടിൽ പോവോ അതോ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്? ഇവിടെ തന്നെയാണ് അധികം ആൾക്കാരുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് എളുപ്പം എന്ന് വെച്ചാല് ഇപ്പൊ നാട്ടില് മദർ ആണുള്ളത്, മദറാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അവര് ഇവിടേക്ക് വരലാണ് പതിവ്. ഇപ്പൊ രണ്ടുപേര് വന്നാൽ മതി, ബാക്കി മുഴുവൻ ബാക്കി എല്ലാവരും ഇവിടെ തന്നെയാണ്. അപ്പൊ ഇപ്പം തന്നെ അടുത്ത മോളുടെ നാപ്പൂളി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ കൂടി, നാട്ടിൽ നിന്ന് വന്ന്. പിന്നെ ഇവിടെ തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഫംഗ്ഷനായിട്ട് നടത്താൻ പറ്റി. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് പേരെ വരുള്ളൂ, അങ്ങോട്ട് പോകണം ഒരുപാട് പേര് പോകണം. അപ്പം ഇവിടെ വന്നപ്പോ എന്താ ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യാതെ? ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പ്രസവത്തിനൊരു 4 മാസം മുന്നേ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഗ്രോത്തിന്റെ കുട്ടിയുടെ. അപ്പൊ റെസ്റ്റ് പറയുന്ന ആ ഒരു ടൈം വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഡെലിവറിക്ക് മുമ്പ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴേ അമ്മയച്ഛനും ഇവിടെ വന്നോ? ജസ്റ്റ് വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ 2 മാസം ജസ്റ്റ് റെസ്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ മമ്മി ഗൈനക്കോളജിസ്റ്റ് ആണ്, മമ്മിയുടെ അടുത്ത് അവിടെ 1 മാസം നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ വർക്കിംഗ് ടൈം ഒക്കെ? ടൈം 8 to 5:30 ആണ്. ഇടയിൽ ഒരു മണിക്കൂർ ബ്രേക്ക് എടുക്കാം. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫീഡിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1.5 hours ഇടയ്ക്ക് എടുക്കാം, സ്പ്ലിറ്റ് ചെയ്തിട്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. ഈ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണോ? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തോ ലക്കിന് കിട്ടിയതാണ്. ഇവിടുത്തെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ വിചാരിച്ച പോലെ നടക്കുമല്ലോ. പക്ഷെ കിട്ടിയ അപ്പം പിന്നെ അവർ വന്നു.